ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. 31 മാർച്ച് 2024 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഐറ്റംസ് ഒന്ന് നോക്കാം. ബാഡ് ഡെറ്റ്സ് ഉണ്ട്, ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ഓഫീസ് എക്സ്പെൻസ്, സാലറി, ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ലോൺ, റെൻറ്റ്, വെൽത്ത് ടാക്സ്, നെറ്റ് പ്രോഫിറ്റ്. ഇനി ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇൻകം ടാക്സ് റീഫണ്ട് ആയതുണ്ട്. ഇത്രയാണ് ഒരു വർഷത്തെ പി ആൻഡ് എൽ അക്കൗണ്ട് ഫോർമാറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ്. ഇനി കുറച്ച് ഐറ്റംസ് താഴെ തന്നിട്ടുണ്ട്. അതായത് ഡിപ്രീസിയേഷൻ അലൗ ചെയ്തിരിക്കുന്ന ഏതുവരെ മാത്രമേ ഉള്ളൂ, 10,000 വരയ്ക്ക് മാത്രമാണ് ഡിപ്രീസിയേഷൻ അലൗ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ എത്രയാണ്, 15,000 ഓൾറെഡി ഉണ്ട്, പക്ഷേ അലൗഡ് ആയിരിക്കുന്ന എത്രയേ ഉള്ളൂ, 10,000 വരെയുള്ളൂ. സാലറി പേയബിൾ ₹12,000 ഈസ് നോട്ട് ചാർജ്ഡ് ടു പി ആൻഡ് എൽ അക്കൗണ്ട്. അതായത് 12,000 രൂപ സാലറി കൊടുത്തത് നമ്മൾ പി ആൻഡ് എൽ അക്കൗണ്ടിൽ ചാർജ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആൻഡ് റെൻറ്റ് ഇൻക്ലൂഡ്സ് 1/4 റിലേറ്റിംഗ് ടു ഹിസ് ഹൗസ്. ഇനി ഈ ഒരു റെൻറ്റിൽ 4/1 ഭാഗം എന്ന് പറയുന്നത് അവരുടെ ഹൗസിൻ്റെ റെൻ്റ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. നമ്മളോട് കമ്പ്യൂട്ട് ബിസിനസ് ഇൻകം, ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം എന്താണെന്ന് കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, പിന്നെ ഒരു 3 ഇൻഫർമേഷനും തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ബിസിനസ് ഇൻകം. നമ്മൾക്കറിയാലോ ഫസ്റ്റ് ഫോർമാറ്റിൽ എന്താ നെറ്റ് പ്രോഫിറ്റ് എടുത്തെഴുതുക എന്നുള്ളതാണ്. തന്നിരിക്കുന്നതിൽ 1,70,000 ആണ് നെറ്റ് പ്രോഫിറ്റ് എടുത്തെഴുതുന്നു. അതിൽ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ആ എക്സ്പെൻസിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണെന്ന്. അതെന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചേ മതിയാവുള്ളൂ, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ ഏതൊക്കെയാണ് തന്നില്ല, ഡിപ്രീസിയേഷൻ ഒരു 15,000 കാണിച്ചിട്ടുണ്ട്, ബാഡ് ഡെറ്റിൻ്റെ പ്രൊവിഷൻ ഉണ്ട്, ടാക്സേഷൻ്റെ പ്രൊവിഷൻ ഉണ്ട്, വെൽത്ത് ടാക്സ് ഉണ്ട്, റെൻറ്റ്, പേഴ്സണൽ റെൻറ്റ്, അതായത് മൊത്തം തന്നിരിക്കുന്നതിൽ 4/1 ഭാഗം അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഈ എക്സ്പെൻസുകളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എല്ലാം ഡയറക്റ്റ് ആയിട്ടും, റെൻറ്റ് മാത്രം ക്വസ്റ്റ്യനിൽ പറഞ്ഞതുകൊണ്ട് 1/4 മാത്രം എടുക്കുക. അപ്പോൾ അതാണ് 2,500 വരുന്നത്. അപ്പോൾ അതൊന്നുകൂടിയിട്ട് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റെൻറ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ 10,000 ആണ് തന്നിരിക്കുന്നത്, റെൻറ്റ് 10,000 ആണ്. അപ്പോൾ അതിൻ്റെ 1/4 എടുത്തിട്ട് വേണം നമുക്കിതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടലാണ് 62,000. അത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റിനൊപ്പം ആഡ് ചെയ്യാം. ഇനി അതിനുശേഷം ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ലെസ് ചെയ്യേണ്ട ഐറ്റംസ്? ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഇൻകംസ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസുകൾ ആഡ് ചെയ്യുകയും ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഇൻകം ലെസ് ചെയ്യുകയും വേണം. ഏതൊക്കെയാണ് ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഇൻകം? ഡിബഞ്ചറിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, പിന്നെ ഇൻകം ടാക്സിൻ്റെ റീഫണ്ട്. ഈ രണ്ടെണ്ണമാണ് നമുക്ക് റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് കൂട്ടുമ്പോൾ 23,000 വരും. അതെന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കുമ്പോൾ 2,09,100 കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ലെസ് ചെയ്യേണ്ടത് എന്താ, ഡിപ്രീസിയേഷൻ അലൗബിൾ. നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ 15,000 ആണ് ഡിപ്രീസിയേഷൻ ഉള്ളത്, പക്ഷേ അലൗ ചെയ്തിരിക്കുന്ന എത്ര മാത്രമേ ഉള്ളൂ, 10,000 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഡിപ്രീസിയേഷൻ അലൗബിൾ ആയിരിക്കുന്ന 10,000. സാലറി എത്രയാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, 12,000 ആണ് അതിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതെന്ന് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയി പറയുന്നുണ്ട്. സാലറി 11,000 സംതിങ് ആണ് നമുക്ക് പി ആൻഡ് എൽ അക്കൗണ്ടിൽ തന്നിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക 11,600 ആണ്, പക്ഷെ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് 12,000 പി ആൻഡ് എൽ ചാർജ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചാർജ് ചെയ്യുക. അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ അലൗബിൾ ആയിരിക്കുന്നത് 10,000 ആണ്. ആ രണ്ട് കാര്യങ്ങളും കൂടി ഇതൊന്ന് ലെസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 10ഉം 12 22,000 വരും. ആ 22,000 കൂടി ഇതൊന്ന് ലെസ് ചെയ്യുക, 1,87,100 കിട്ടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പ്രോബ്ലം. ജസ്റ്റ് പി ആൻഡ് എൽ അക്കൗണ്ട് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 5,96,000 ആണ്. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ബിഫോർ ചാർജിങ് ദ ഫോളോയിങ്. ഇതൊക്കെ ചാർജ് ചെയ്യുന്നതിന് മുന്നുള്ള നെറ്റ് പ്രോഫിറ്റ് ആണ് 5,96,000 എന്ന് പറയുന്നത്. ഇവിടെ നാഷണൽ ലബോറട്ടറി സയൻറ്റിഫിക് റിസർച്ച് 1 lakh തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ലാൻഡ് അക്വയർഡ് സയൻറ്റിഫിക് റിസർച്ച് ഉണ്ട്. ഡിപ്രീസിയേഷൻ ഓൺ പേറ്റന്റ് ഉണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, എക്സ്പെൻഡിച്ചർ ഓൺ ഫാമിലി പ്ലാനിങ്, കോൺട്രിബ്യൂഷൻ ടു സ്റ്റാഫ് വെൽഫെയർ ഫണ്ട്, എക്സ്പെൻഡിച്ചർ ഓൺ അഡ്വർടൈസ്മെന്റ് പെയ്ഡ് ഇൻ ക്യാഷ്, പ്രൊവിഷൻ ഫോർ എക്സൈസ് ഡ്യൂട്ടി പെയ്ഡ് ഓൺലി 10,000.
കമ്പ്യൂട്ട് ബിസിനസ് ഇൻകം. അപ്പോൾ ഇത് നമുക്ക് വായിക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരണം, നമ്മൾ മുന്നേ പഠിച്ച തിയറിയിൽ എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണം എടുക്കരുത് എന്നുള്ളത്. അതിനനുസരിച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ, ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യുന്ന നെറ്റ് പ്രോഫിറ്റ് എടുത്ത് എഴുതി 5,96,000. അതിൽ നിന്ന് കുറയ്ക്കേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ്? നമുക്കറിയാലോ, നാഷണൽ ലബോറട്ടറിക്ക് വേണ്ടിയുള്ള എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% അത് കുറയ്ക്കേണ്ടതാണ്. അതേപോലെ തന്നെ പേറ്റന്റിൻ്റെ ഡിപ്രീസിയേഷൻ, ഫാമിലി പ്ലാനിങ്ങിലുള്ള എക്സ്പെൻഡിച്ചർ ആൻഡ് എക്സൈസ് ഡ്യൂട്ടി കൊടുത്തത്. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിന്ന് കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം 5,96,000 ഈ 4 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1,85,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ബിസിനസ് ഇൻകം 4,11,000 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കണം എന്തൊക്കെയാണ് ഇതൊന്ന് കുറയ്ക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഇനി ജസ്റ്റ് ഒരു ഇതുകൂടി പറയുന്നുണ്ട്. ഓരോ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഈ എക്സ്പെൻസ് അലൗബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്ന ഡൊണേഷൻ, അതേപോലെ ഫീസ് പേ ടു എ ലോയർ ഫോർ ഡ്രാഫ്റ്റിംഗ് എ ന്യൂ പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കാൻ വേണ്ടി ലോയർക്ക് കൊടുക്കുന്ന ഫീസ്, യൂണിയൻ ലീഡർക്ക് കൊടുക്കുന്ന എമൗണ്ട്, ആൻഡ് റീസണബിൾ സാലറി പേ ടു ഹിസ് സൺ ഹു ഈസ് വർക്കിംഗ് ആസ് എ ക്ലർക്കായി വർക്ക് ചെയ്യുന്ന മകന് കൊടുക്കുന്ന സാലറി, ഇൻട്രസ്റ്റ് പേ ടു വൈഫ് ഓൺ മണി ബോറോഡ് ഫ്രം ഹെർ, വൈഫിൻ്റെ നമ്മൾ കടം വാങ്ങി അപ്പോൾ അതിന് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്താണെന്നുള്ളത്, ക്യാഷ് തിരിമറികൾ ചെയ്യുക, ക്യാഷ് എംബസിൽമെൻറ്റ് ക്യാഷ്യർ ചെയ്തു ഓൺ ഹിസ് വേ ടു ബാങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ ക്യാഷ്യർ കയ്യിലുള്ള ക്യാഷ് തിരിമറികൾ ചെയ്തു, റിപ്പയർ ടു എയർ കണ്ടീഷൻ നേരാക്കാൻ വേണ്ടിയിട്ട് വന്ന ചിലവ്, സ്റ്റാഫിന് ബോണസ് കൊടുത്തത്, കോമ്പൻസേഷൻ കൊടുത്തു ഒരാൾ, പ്രിമച്വറായിട്ട് സമയമാവുന്നതിന് മുന്നേ തന്നെ ടെർമിനേറ്റ് ചെയ്തു പോയി കമ്പനിയിൽ നിന്ന്, അപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ കൊടുത്തു, പിന്നെ കസ്റ്റംസ് അതോറിറ്റീസിന് പെനാൽറ്റി കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ് അലൗബിൾ ഏതാണ് ഡിസലൗഡ് എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഐറ്റം എടുക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്ന ഡൊണേഷൻ എപ്പോഴും എന്താണ്? ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. ഇനി ഒരു ലോയർക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിന് വേണ്ടിയിട്ട് നമ്മൾ ഫീസ് കൊടുത്താൽ അത് അലൗവബിൾ എക്സ്പെൻസ് ആണ്. ഇനി എമൗണ്ട് പെയ്ഡ് ടു യൂണിയൻ, ഇവിടെ ആൻസറും ഉണ്ട്, യൂണിയൻ ലീഡർക്ക് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. പിന്നെ റീസണബിൾ സാലറി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് അലൗവബിൾ എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് വൈഫിന് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അലൗവബിൾ എക്സ്പെൻസ് ആണ്. ക്യാഷ് എംബസിൽമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? അലൗവബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. എയർ കണ്ടീഷന് വേണ്ടി റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലൗവബിൾ എക്സ്പെൻസ് ആണ്. സ്റ്റാഫിന് ബോണസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അലൗവബിൾ ആണ്. ആൻഡ് എംപ്ലോയിക്ക് പ്രിമച്വറായിട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതും അലൗവബിൾ എക്സ്പെൻസ് ആണ്. പെനാൽറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസലൗഡ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ബേസിൽ എങ്ങനെയാണ് ഡിസലൗഡും അലൗഡും എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പ്രോബ്ലംസാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായും പഠിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നമുക്ക് അറിയണം ഇതിൽ ഏതാണ് അലൗവബിൾ ഏതാണ് ഡിസലൗബിൾ ആയിട്ടുള്ള ഇൻകവും എക്സ്പെൻസും അറിഞ്ഞാൽ മാത്രമാണ് ആഡും ലെസ്സും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ വേറെ ഒരു കുറുക്കു വഴികളും ഇല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ തിയറി പാർട്ട് നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൽ ഇത്രമാത്രം മനസ്സിലാക്കുക, അലൗബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, ഡിസലൗഡ് ആയിട്ടുള്ളത് ഏതാ, ഇൻകവും എക്സ്പെൻസും മനസ്സിലാക്കിയിട്ട് ഏത് ആഡ് ചെയ്യണം ഏത് ലെസ് ചെയ്യണം എന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏകദേശം നമ്മൾ അവസാനത്തിലേക്ക് എത്തി. ഇനി ഇൻകം ടാക്സുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് എക്സ്പെൻസുകളുടെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് അടുത്തൊരു ചെറിയൊരു വീഡിയോയിലും കൂടിയിട്ട് നമുക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 പ്രോബ്ലം നമ്മളിവിടെ ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മറക്കാതെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഓക്കെ, താങ്ക്